വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടി വീടും കൃഷിയിടവും ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് കോന്നി കുളത്തുമണ്ണിലെ കർഷകർ. കാട്ടാനകളുടെ ശല്യം രൂക്ഷമായതോടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൈതകൃഷി കർഷകർ തന്നെ നശിപ്പിച്ചു. വനംവകുപ്പിന്റെ ഫെൻസിംഗ് നിർമ്മാണം കുഴിയിൽ ഒതുങ്ങിയതോടെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധമടക്കമുള്ള സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ കൃഷിയെല്ലാം കാട്ടാനക്കൂട്ടം നിമിഷ നേരം കൊണ്ട് ചവിട്ടി മെതിക്കുന്നു. തെങ്ങും റബ്ബറും മാവും പ്ലാവും ഒക്കെ ആനകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ആനകളെ പേടിച്ച് അവയെ ആകർഷിക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലത്തെ കൈതകൃഷി പോലും മരുന്നടിച്ച് കർഷകർ സ്വയം നശിപ്പിച്ചു. എന്നിട്ടും ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിന് ഒരു കുറവുമില്ല. ആ പൈനാപ്പിൾ കൊടുത്തിട്ട് അതിനകത്ത് 2000 മൂട് റബ്ബർ വെച്ചതാ. ഒരു മരവും ഇല്ല, മുഴുവൻ ആന നശിപ്പിച്ചു. കൈത മുഴുവൻ ഞങ്ങൾ അടിച്ച് കളഞ്ഞ് കരിച്ചു കളഞ്ഞു. അപ്പം ജനവാസ മേഖലയിലേക്ക് ആനയായി. ആന മാത്രമല്ല, കാട്ടുപോത്ത്, ബ്ലാവ്, പന്നി, കുരങ്ങ്, ഒറ്റ തേങ്ങയില്ല, വെള്ളക്കായില്ല, ഒന്നുമില്ല, എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കർഷകരെല്ലാം മടുത്തു. ഇവിടുന്ന് ഇപ്പോൾ ഈ കുളത്തുമുണ്ട കിഴക്ക് ഭാഗത്ത് 20-ൽ പരം വീടുകൾ ഇവിടെ വിട്ടുപേക്ഷിച്ചു പോയി. ഞങ്ങളൊക്കെ വിട്ടുപേക്ഷിച്ച് നാട്ടുമ്പുറത്തേക്ക് പോവുകയാണ്. ജനവാസ മേഖലയിൽ കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തും കാട്ടുപന്നിയും കൂടിയായതോടെ പ്രദേശവാസികളുടെ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ജീവനും സ്വത്തിനും ഭീഷണിയായതോടെ പല കുടുംബങ്ങളും ഇതിനകം തന്നെ വീടും കൃഷിയിടവും ഉപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ബാക്കിയുള്ളവരും ഇതേ വഴി തേടേണ്ട അവസ്ഥയിലാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ട വനം വകുപ്പാകട്ടെ തികഞ്ഞ ഉദാസീനതയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വനാതിർത്തിയോട് ചേർന്ന് 6 കിലോമീറ്ററോളം ദൂരം സൗരോർജ്ജ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ തൂണുകൾ നാട്ടാൻ കുഴിയെടുത്തതല്ലാതെ മറ്റ് യാതൊരു നടപടിയും പിന്നീടുണ്ടായിട്ടില്ല. നേരത്തെ അല്ലാതെ ഫെൻസിങ് ഇട്ടായിരുന്നു ഒരു 4-5 വർഷം മുമ്പേ. അത് 1 മാസം പോലും ഓടിയില്ല. ഇവിടെ ഈ ആനശല്യത്തിൻ്റെ നാട്ടുകാരുടെ ജനകീയ സമരങ്ങൾ കൊണ്ട് ഹാങ്ങി ഫെൻസിങ് ഇടാമെന്ന് വാക്ക് തന്നിട്ട് അതുകൊണ്ട് പാതി വഴിയിൽ കുഴിയെടുത്തിട്ട് അല്ലാതെ യാതൊരു രീതിയിലുള്ള ആൾക്കാരെല്ലാം വിട്ടുപോയി. അവരോട് ചോദിക്കുന്നുണ്ട്, പറയുന്നത് മെറ്റീരിയൽ വന്ന് പറഞ്ഞാൽ പോകുന്നത്. വീണ്ടും വനമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കർഷകരോട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ ഫെൻസിങ് ഭൂമിരുതിക്കുഴി ജംഗ്ഷനിൽ നിന്ന്, കുളത്തുമണ്ണിൽ നിന്ന് ഭൂമിരുതിക്കുഴിക്ക് 5 കിലോമീറ്റർ ദൂരം വരെയുണ്ട്. അതിടാതെ ഭൂമിരുതിക്കുഴി നിന്ന് ആരിസന്റെ എസ്റ്റേറ്റിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ. തുണ്ട് വനമായിട്ട് ഇടുന്നത്. അവിടെ ഇട്ടാൽ ഒരു ജീവികൾ ഇങ്ങോട്ട് കയറത്തില്ല. അത് ഉപേക്ഷിച്ചിട്ടാണ് ഈ 5 കിലോമീറ്റർ വേണ്ടി പോകുന്നത്. അധികാരികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആലോചിക്കട്ടെ, നോക്കാമെന്നല്ല, അതിന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇനി അവസാനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡി ഫോഴ്സ് വിരോധിക്കാനും പിന്നെ പോയിരിക്കുമ്പോൾ അവർ കൊല്ലുവോ തിന്നുവോ എന്ന് ജീവിക്കാൻ മടുത്തു. വനം വകുപ്പിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. അധികൃതർ ഇനിയെങ്കിലും കർഷകരുടെ കണ്ണീര് കണ്ടില്ലെന്ന് നടിച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതടക്കമുള്ള ശക്തമായ സമരങ്ങളിലേക്ക് ഇറങ്ങാനാണ് കുളത്തുമണ്ണിലെ ജനങ്ങളുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.